നവകേരള സദസ്സിന്റെ നടത്തിപ്പിനായി ജില്ലാ കളക്ടർമാർ പരസ്യ വരുമാനത്തിലൂടെ പണം കണ്ടെത്തണമെന്ന സർക്കാർ ഉത്തരവ് ഹൈക്കോടതി സ്റ്റേ ചെയ്തു. കിഫ ഭാരവാഹി ജോളിമോൻ കാലായിൽ നൽകിയ ഹർജിയിലാണ് ഉത്തരവ് വന്നിരിക്കുന്നത്. പണം സമാഹരിക്കുന്നതിനും കണക്കിൽപ്പെടുത്തുന്നതിനും മാർഗനിർദ്ദേശങ്ങൾ ഇല്ലെന്ന കാരണത്താലാണ് ഹൈക്കോടതി ഉത്തരവ് സ്റ്റേ ചെയ്തിരിക്കുന്നത്. അതേസമയം പണം കണ്ടെത്താനുള്ള ഉത്തരവ് പൂർണ്ണമായും കോടതി സ്റ്റേ ചെയ്തിട്ടില്ല എന്നും പറയുന്നുണ്ട്. സ്പോൺസർഷിപ്പിലൂടെയും മറ്റും ജില്ലാ കളക്ടർമാർ നടത്തിപ്പു ചെലവ് കണ്ടെത്തണമെന്ന സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടിരുന്നു. അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് സർക്കാർ ഉത്തരവെന്ന് ഹർജിയിൽ പറയുന്നു. അഖിലേന്ത്യാ സർവീസ് ചട്ടപ്രകാരം ജില്ലാ കളക്ടർമാർ പാരിതോഷികങ്ങൾ കൈപ്പറ്റാൻ പാടില്ല. കൂടാതെ സർക്കാരിന്റെ മുൻകൂർ അനുമതിയില്ലാതെ പരിപാടികൾക്കാണെങ്കിൽ കൂടി പണം കണ്ടെത്താൻ സാധിക്കില്ല. അതിനാൽ സർക്കാരിന്റെ ഉത്തരവ് നിയമവിരുദ്ധമാണെന്ന് ഹർജിയിൽ പറയുന്നു. അതേസമയം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നവകേരള സദസ്സിന്റെ നടത്തിപ്പിനായി പണം നൽകണമെന്ന ഉത്തരവും സ്റ്റേ ചെയ്തിരുന്നു ഹൈക്കോടതി. പഞ്ചായത്ത് ഭരണ സമിതിയുടെ തീരുമാനത്തെ എതിർത്ത് സെക്രട്ടറിമാർ നവകേരള സദസ്സിനായി ഫണ്ട് അനുവദിക്കരുതെന്ന് ഹൈക്കോടതി നിർദ്ദേശിച്ചിരുന്നു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലെ വിവിധ പഞ്ചായത്ത് പ്രസിഡന്റുമാർ നൽകിയ ഹർജിയിലായിരുന്നു നേരത്തെ കോടതിയുടെ ഉത്തരവ് വന്നത്. കേസിൽ ഉൾപ്പെട്ട പഞ്ചായത്ത് സെക്രട്ടറിമാർക്ക് കോടതി നോട്ടീസ് അയക്കുകയും ചെയ്തു. നവകേരള സദസ്സ് സംഘടിപ്പിക്കുന്നതിനും പ്രചരണത്തിനുമായി അതാത് സംഘടക സമിതികൾ ആവശ്യപ്പെടുന്ന മുറയ്ക്ക് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് തനത് ഫണ്ടിൽ നിന്നും പണം ചെലവഴിക്കാമെന്ന് തദ്ദേശ സ്വയംഭരണ വകുപ്പ് പുറത്തിറക്കിയ ഉത്തരവിൽ പറഞ്ഞിരുന്നു. 50,000 മുതൽ 3 ലക്ഷം രൂപ വരെ ഇതിലൂടെ ചെലവഴിക്കാം. ഗ്രാമപഞ്ചായത്തുകൾ 50,000-വും മുനിസിപ്പാലിറ്റികളും ബ്ലോക്ക് പഞ്ചായത്തുകളും 1 ലക്ഷവും കൊടുക്കണം എന്നതായിരുന്നു നിർദ്ദേശം. കോർപ്പറേഷന്റെ ക്വാട്ട 2 ലക്ഷവും ജില്ലാ പഞ്ചായത്ത് നൽകേണ്ടത് 3 ലക്ഷം രൂപയുമായിരുന്നു. സംഘാടക സമിതി ആവശ്യപ്പെടുന്ന മുറയ്ക്ക് പണം നൽകാം. ഭരണസമിതിക്കോ സെക്രട്ടറിക്കോ പണം അനുവദിക്കാം എന്നായിരുന്നു സർക്കാർ അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഇപ്പോൾ നവകേരള സദസ്സ് നടത്തിപ്പിനായി ജില്ലാ കളക്ടർമാർ പരസ്യ വരുമാനത്തിലൂടെ ചെലവ് കണ്ടെത്താനുള്ള സർക്കാർ ഉത്തരവിന് ഹൈക്കോടതിയുടെ സ്റ്റേ വന്നതിലൂടെ സർക്കാരിന് വലിയ രീതിയിലുള്ള ഒരു തിരിച്ചടി തന്നെയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത്. അതേസമയം തന്നെ നവകേരള സദസ്സിൽ ജില്ലാ കളക്ടർമാർ ഉൾപ്പെടെയുള്ള സർക്കാർ ഉദ്യോഗസ്ഥർ പങ്കെടുക്കുന്നത് വിലക്കണമെന്ന ഹർജിയിൽ ആവശ്യമുണ്ടായിരുന്നു. എന്നാൽ ഇക്കാര്യത്തിൽ ഇടക്കാല ഉത്തരവിടാൻ ജസ്റ്റിസുമാരായ മുഹമ്മദ് മുഷ്താബ്, ശോഭ അന്നമായിപ്പൻ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് തയ്യാറായില്ല. അഖിലേന്ത്യാ സർവീസ് ചട്ടങ്ങൾക്ക് വിരുദ്ധമാണ് സർക്കാർ ഉത്തരവെന്നായിരുന്നു ഹർജിയിലെ വാദം. IAS ഉദ്യോഗസ്ഥരും സർക്കാർ ജീവനക്കാരും നവകേരള സദസ്സിന്റെ ഭാഗമാകുന്നത് വിലക്കണമെന്നാണ് ആവശ്യം. ഹർജി ഹൈക്കോടതി അടുത്ത ദിവസം പരിഗണിച്ചേക്കും. സ്പോൺസർഷിപ്പിലൂടെയും മറ്റും ജില്ലാ കളക്ടർമാർ നടത്തിപ്പ് ചെലവ് കണ്ടെത്തണമെന്ന സർക്കാർ ഉത്തരവ് നിയമവിരുദ്ധമെന്ന് പ്രഖ്യാപിക്കണമെന്ന് ഹർജിയിൽ ആവശ്യപ്പെട്ടായിരുന്നു. അതിനാൽ സർക്കാർ ഇറക്കിയ ഉത്തരവ് നിയമവിരുദ്ധമാണെന്നും ഹർജിക്കാരൻ വാദിക്കുന്നുണ്ട്.